തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. സ്നേഹിതരെ, പലപ്പോഴും നമ്മൾ ആധ്യാത്മിക മേഖലയിൽ ജീവിക്കുമ്പോൾ അനേകം ആളുകൾ വേദപുസ്തകവുമായി അല്ലെങ്കിൽ സത്വർത്തമാനങ്ങളുമായി നമ്മെ സമീപിക്കാറുണ്ട്. സത്യത്തിൽ ഈ വരുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ, അവർ ഏത് സഭയാൽ, ഏത് നിയമത്താൽ അല്ലെങ്കിൽ ഏത് ശുശ്രൂഷാമുഖത്ത് നിയമിക്കപ്പെട്ടവരാണെന്നോ ഒന്നും വിലയിരുത്താറില്ല. വരുന്നവരെ സ്വീകരിക്കുക, അവർ പറയുന്നത് കേൾക്കുക, അത് കണ്ണും പൂട്ടി വിശ്വസിക്കുക, അവരെ അനുധാവനം ചെയ്യുക എന്നൊക്കെയുള്ള ശീലങ്ങളാണ് പലപ്പോഴും ആത്മീയ മേഖലയിൽ കണ്ടുവരുന്നത്. എന്നാൽ ഇങ്ങനെ വരുന്ന ആളുകളിൽ പലരും ആടുകളുടെ വേഷത്തിൽ വരുന്ന ചെന്നായ്ക്കളായിരിക്കുമോ, കള്ളപ്രവാചകന്മാരായിരിക്കുമോ നമുക്കറിയില്ല. ഇത് ആൾദൈവങ്ങളുടെ കാലമാണ്. കാര്യസാധ്യത്തിന് വേണ്ടിയോ, കയ്യടി കിട്ടാൻ വേണ്ടിയോ, ആരാധന ലഭിക്കാൻ വേണ്ടിയോ ഒക്കെ ഒരുപാട് കാപട്യങ്ങൾ ആത്മീയ മേഖലയിൽ കാട്ടിക്കൂട്ടുന്ന ഒരു കാലം. യാതൊരു ആത്മീക വിദ്യാഭ്യാസവും നേടാതെ, ദൈവവചനം വേണ്ടവണ്ണം പഠിക്കാതെ, അത് ഒരു ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിക്കാതെ, സ്വയം എനിക്ക് എല്ലാം കിട്ടി അല്ലെങ്കിൽ ദൈവം തന്നു എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് വചനത്തിൻ്റെ പൊരുളറിയാതെ അത് വ്യാഖ്യാനിക്കുന്ന, അങ്ങനെ അബദ്ധങ്ങൾ സൃഷ്ടിക്കുന്ന, അനേകരെ അബദ്ധത്തിൽ ചാടിക്കുന്ന കള്ളപ്രവാചകന്മാർ ധാരാളമുള്ള ഒരു കാലമാണ്. ഇത് ദൈവമക്കൾ വളരെ സൂക്ഷ്മതയോടെ ബോധ്യപ്പെടേണ്ടതും വിലയിരുത്തേണ്ടതുമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, അപ്പോൾ തന്നെ പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണമെന്ന്. ഇവിടെ പലരും പ്രാവിനെ പോലെ നിഷ്കളങ്കരാണ്. അങ്ങനെയുള്ളവരെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയരാകുന്നത്. ചിലർ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് അവർ ബുദ്ധിയുടെ അളവുകോൽ വെച്ച് എല്ലാം വിലയിരുത്തും. അവർക്ക് നിഷ്കളങ്കത ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും കുഴപ്പങ്ങളിലാണ് അവരുടെ മനസ്സ് ഉറപ്പിക്കുന്നത്. അവർക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല. ഇത് രണ്ടും ചേർന്ന് വരണം. കർത്താവ് പറഞ്ഞ ഒരു ചിന്ത വ്യക്തമായി നമ്മൾ ധ്യാനിക്കണം. അത് കർത്താവ് ഇതിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതാണ്. ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനം. വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ അടുക്കൽ ആടുകളുടെ വേഷത്തിൽ വരുന്ന കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. അത് എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ഒരുപക്ഷെ ദൈവമക്കൾക്ക് സന്ദേഹമുണ്ടായേക്കാം. അപ്പോഴാണ് നാം അത് പരിശോധിക്കേണ്ടത്. ഏത് സഭയാൽ നിയോഗിതനായി, ഏത് കോഴ്സ് പഠിച്ചിട്ടുണ്ട്, ഏത് ആത്മീയ മേഖലയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇതിന് അധികാരം കിട്ടിയിട്ടുള്ളത്, ഏത് സഭയാണ് അദ്ദേഹത്തെ കൈവെപ്പ് നൽകി ചുമതലപ്പെടുത്തിയത് എന്നീ വക കാര്യങ്ങൾ ആദ്യം ചോദിച്ചറിഞ്ഞിട്ട് വേണം ഒരാളുടെ ഉപദേശങ്ങളെ പിന്തുടരാനെന്ന് ഇവിടെ നമുക്ക് വിവേകമുണ്ടാകണം. അങ്ങനെയൊരു വിവേക ചിന്ത നമ്മിലുണ്ടെങ്കിൽ നമുക്ക് കള്ളപ്രവാചകന്മാർ തരുന്ന തെറ്റായ ഡയറക്ഷൻ സ്വീകരിച്ച് അബദ്ധത്തിൽ വീണു പോകാതിരിക്കാൻ കരുതാൻ കഴിയും. അത് കർത്താവ് പഠിപ്പിച്ചു തന്നിട്ടുള്ള ശ്രേഷ്ഠമായൊരു പാഠമാണ്. അത് പരിശീലിക്കണം, പ്രാവർത്തികമാക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കരയച്ച.